അമ്മയ്ക്ക് എങ്ങനെ ഇത് ഫീൽ ചെയ്യുന്നത്? എനിക്ക് മോൻ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഇത് ഒരു വൈബ്രേഷൻ പോലെ. നിങ്ങൾ രണ്ടിൽ ആർക്കാ ആദ്യം ഇത് ഫീൽ ചെയ്ത്? എനിക്ക് തന്നെയാണ് ആദ്യം ഫീൽ ചെയ്തത്. ആ. ആദ്യം ഒരു കൈക്ക് ഒരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ, ഏത് കൈക്ക്? ഈ ഇടത് കൈക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ. അത് കഴിഞ്ഞിട്ട് ഒരു മണം വരാറുണ്ട്, ഒരു സുഗന്ധം, നല്ലൊരു സുഗന്ധം മോൻ. ആ. ഭസ്മത്തിന്റെ ഒക്കെ ഒരു ഗന്ധം പോലെയൊക്കെ നല്ലൊരു സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. ആ. പിന്നെ എൻ്റെ ഫ്രിഡ്ജിൽ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ലൈറ്റ് കത്താറുണ്ട്. ആ. അപ്പൊ എനിക്ക് മനസ്സിലാവും ഇത് ആ. എൻ്റെ മകന്റെ ഇത് ഒരു സാന്നിധ്യമാണെന്നുള്ള. എല്ലാ ദിവസവും അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ? നമ്മളിപ്പോഴും അവനുള്ള ആഹാരമൊക്കെ വെച്ച് കൊടുക്കുന്നു. എന്നും രാവിലെ ഞാൻ അവനെന്നും കാപ്പി സ്കൂളിൽ കോളേജിൽ പോകുന്ന സമയത്തുള്ള ആഹാരം, ഫുഡ്, രാവിലെ ചായയും കാപ്പിയും എല്ലാം ഉണ്ടാക്കി കൊടുക്കും. അവൻ കഴിച്ചെന്നുള്ള ഒരു തെളിവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. പിന്നെ ഉച്ചയ്ക്കുള്ള എന്താ തെളിവ് വരുന്നത്? അത് ആ ഫ്രിഡ്ജിലെ ലൈറ്റ് കത്തും. പിന്നെ ലൈറ്റ് തന്നെ കത്തും. ഹിന്ദു മതപ്രകാരം കാരണം അറിയാലോ, നമുക്ക് സംസ്കരിക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. അത് ഇദ്ദേഹം പോയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ എന്നോട് ഇദ്ദേഹം വന്ന് പറഞ്ഞു, എൻ്റെ ശരീരം കത്തിക്കരുതെന്ന് പറഞ്ഞു, എന്നെ സംസ്കരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി കല്ലറ കാരേറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് സംസ്കരിച്ചിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സമാധി അവിടെ തന്നെ ഉണ്ട്. ഇത് ഇങ്ങനെ നിങ്ങളോട് തർക്കിക്കാനൊക്കെ ആൾക്കാർ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അതോ തർക്കിക്കാനുണ്ട് സാർ, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കാരണം ഇത് പണ്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു. പണ്ട് ആദ്യ കാലഘട്ടം സ്റ്റാറ്റസ് ഇടുമ്പോൾ എനിക്ക് അറിയത്തില്ല ഇദ്ദേഹം വരുന്ന, എനിക്ക് ആരെങ്കിലും ഇത് പറയണം. ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ എൻ്റെ കൊളിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇവിടെയും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞൊരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അദ്ദേഹത്തിന് പലരും ഇദ്ദേഹത്തിനെ തേടി അവിടെ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പലർക്കും പല പല അനുഭവങ്ങളുണ്ടായി.